ബിസിനസ്സിലെ ബിസിനസ് എൻട്രി സ്ട്രാറ്റജീസാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ബിസിനസ് എൻട്രി സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാനുള്ള എൻട്രി സ്ട്രാറ്റജീസാണ് ബിസിനസ് എൻട്രി സ്ട്രാറ്റജീസ്. ഇതിൽ ഫസ്റ്റ് ഒന്നാണ് എക്സ്പോർട്ടിംഗ്, സെക്കൻഡ് ലൈസൻസിങ്, പിന്നെ ഫ്രാഞ്ചൈസിങ്, ഹോളി ഓൺ സബ്സിഡറി, ജോയിൻറ്റ് വെഞ്ചർ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, സ്ട്രാറ്റജിക് അലയൻസ്. ഇതൊക്കെ ബിസിനസ് എൻട്രി സ്ട്രാറ്റജീസാണ് കമ്പനീസ് അഡോപ്റ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഒന്നാണ് എക്സ്പോർട്ടിംഗ്. എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഒരു കോമൺ എൻട്രി സ്ട്രാറ്റജിയാണ്. Under this strategy, company export the product from its home base without any marketing or production or organization overseas. Normally, company export the same market which is being marketed in the home market. അതായത് ഈ എക്സ്പോർട്ടിംഗ് എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഗുഡ്സും സർവീസസും കയറ്റുമതി ചെയ്യുന്നതിനാണ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതായത് ഹോം കൺട്രിയിൽ അത് മാനുഫാക്ചർ ചെയ്തിട്ട് ഫോറിൻ കൺട്രിയിലേക്ക് അത് സെയിൽ ചെയ്യുന്നതാണ് എക്സ്പോർട്ടിംഗ്. സാധാരണ കമ്പനീസ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്ന സെയിം പ്രൊഡക്ട്സ് തന്നെയാണ്. രണ്ട് ടൈപ്പ് ഓഫ് എക്സ്പോർട്ടിംഗ് ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങും ഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങും. ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങിൽ ഫോറിൻ കൺട്രിയിൽ അത് സെയിൽ ചെയ്യുക ഒരു ഔട്ട്സൈഡ് ഏജൻസിയാണ്. ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് വെച്ചാൽ അവിടെ ഒരു ഏജൻസി ഉണ്ടാവില്ല, മാനുഫാക്ചറിങ് കമ്പനി തന്നെയാണ് അത് ഫോറിൻ നേഷൻസിലൊക്കെ അത് മാനുഫാക്ചർ ചെയ്ത് സെയിൽ ചെയ്യുന്നത്. ഡയറക്റ്റ് തന്നെ അത് സെയിലിംഗ് ആണ് നടക്കുന്നത്, അവിടെ ഒരു ഔട്ട്സൈഡ് ഏജൻസി ഇല്ല. സെക്കൻഡ് വണ്ണാണ് ലൈസൻസിങ്. അണ്ടർ ദി സ്ട്രാറ്റജി ദ കമ്പനി ഗീവ്സ് ലൈസൻസ് ടു എ ഫോറിൻ കമ്പനി ടു മാനുഫാക്ചർ ദ company's product for selling that foreign country and sometimes in other market also. അതായത് ഒരു കമ്പനീൻ്റെ പ്രൊഡക്ട്സ് ഫോറിൻ മാർക്കറ്റിൽ മാനുഫാക്ചർ ചെയ്ത് വിൽക്കാനുള്ള പെർമിഷനാണ് ലൈസൻസിങ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരു കമ്പനിക്ക് വേറെ നേഷൻസിൽ അത് മാനുഫാക്ചർ ചെയ്ത് വിൽക്കണമെങ്കിൽ അതിൻ്റെ പാരൻറ്റ് കമ്പനീൻ്റെ പെർമിഷൻ ആവശ്യമാണ്. അപ്പോൾ ആ ലൈസൻസാണ് ലൈസൻസിങ് ഉദ്ദേശിക്കുന്നത്. ലൈസൻസ് പ്രൊവൈഡ് ചെയ്യാണ് മാനുഫാക്ചർ കമ്പനി ഒരു ഫോറിൻ കമ്പനിക്ക്. ഇതിൽ രണ്ട് പാർട്ടീസാണ് ഉണ്ടാവുക, ലൈസൻസറും ലൈസൻസിയും. ലൈസൻസർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാരൻറ്റ് കമ്പനി അല്ലെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറാണ് ലൈസൻസർ. ലൈസൻസ് കൊടുക്കുന്ന ആളാണ് ലൈസൻസർ. ലൈസൻസി എന്ന് പറയുന്നത് അത് ആ ലൈസൻസ് സ്വീകരിക്കുന്ന ആ വ്യക്തിയാണ് ലൈസൻസി. ഇപ്പോൾ ഒരു ഫോറിൻ കമ്പനിയാണ് ലൈസൻസ് സ്വീകരിക്കുന്നതെങ്കിൽ ആ ഫോറിൻ കമ്പനിയാണ് ലൈസൻസി എന്ന് പറയുന്നത്. അടുത്തത് ഫ്രാഞ്ചൈസിങ്. ഫ്രാഞ്ചൈസിങ് ഈസ് എ സ്പെഷ്യൽ ഫോം ഓഫ് ലൈസൻസിങ് ഇൻ വിച്ച് എ പാരൻറ്റ് കമ്പനി ഗ്രാൻഡ് അനദർ ഇൻഡിപെൻഡൻറ്റ് കമ്പനി ദ റൈറ്റ് ടു ഡു ബിസിനസ് ഇൻ എ പ്രിസ്ക്രൈബ്ഡ് മാനർ. അതായത് ലൈസൻസിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ ഫോമാണ് ഫ്രാഞ്ചൈസിങ്. കുറച്ചും കൂടി കോംപ്രഹെൻസീവ് ആണ് ഫ്രാഞ്ചൈസിങ്. ഇവിടെ ഒരു പാരൻറ്റ് കമ്പനി മറ്റൊരു ഇൻഡിപെൻഡൻറ്റ് കമ്പനിക്ക് പാരൻറ്റ് കമ്പനി പറയുന്ന രീതിയിൽ ബിസിനസ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് പാരൻറ്റ് കമ്പനി എങ്ങനെയാണോ ആ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് ഇൻഡിപെൻഡൻറ്റ് കമ്പനിക്ക് ആ ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബർഗർ കിങ്, മാക്ഡൊണാൾഡ്സ്, കൊക്കക്കോള, പെപ്സി. അപ്പോൾ ആ കമ്പനീസൊക്കെ ഫ്രാഞ്ചൈസിങ് ആണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ആ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു പ്രിസ്ക്രൈബ്ഡ് മാനറിലാണ് മറ്റ് കമ്പനീസിന് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. മാക്ഡൊണാൾഡ്സ് അമേരിക്കയിൽ ഇപ്പോൾ എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ കമ്പനീസും അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു മാനുഫാക്ചറിങ് രീതിയൊക്കെ സെയിം തന്നെയായിരിക്കും. ഇപ്പോൾ ബ്രാൻഡ് നെയിം, ലോഗോ, മെത്തേഡ് ഓഫ് ഓപ്പറേഷൻസ് അതൊക്കെ ഫ്രാഞ്ചൈസിക്ക് പ്രൊവൈഡ് ചെയ്യും. ഇതൊരു അറേഞ്ച്മെൻ്റ് ആണ് ഫ്രാഞ്ചൈസിയും ഫ്രാഞ്ചൈസറും തമ്മിലുള്ള. അപ്പോൾ ഫ്രാഞ്ചൈസർ ഇതൊക്കെ ലോഗോയും മെത്തേഡ്സ് ഓഫ് ഓപ്പറേഷൻസും ഒക്കെ ഫ്രാഞ്ചൈസിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവർ തമ്മിലുള്ള ഒരു അഗ്രിമെൻ്റ് ആണ് ഈ ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് പാർട്ടീസാണ് ഉണ്ടാവുക, ഫ്രാഞ്ചൈസറും ഫ്രാഞ്ചൈസിയും. ലൈസൻസിങ് പോലെ തന്നെയാണ്. ഇതിൽ ഫ്രാഞ്ചൈസിങ്ങിൽ ഫ്രാഞ്ചൈസർ എന്ന് പറയുന്നത് ആ ഫ്രാഞ്ചൈസിങ് പ്രൊവൈഡ് ചെയ്യുന്ന ആ വ്യക്തിയാണ്. ഫ്രാഞ്ചൈസി
ഫ്രാഞ്ചൈസിങ് സ്വീകരിക്കുന്ന ആ ഒരു വ്യക്തിയാണ് ഫ്രാഞ്ചൈസി. അടുത്തത് ഹോളി ഓൺഡ് സബ്സിഡറി. ഹോളി ഓൺഡ് സബ്സിഡറി എന്ന് വെച്ചാൽ അണ്ടർ ദിസ് ടൈപ്പ് ഓഫ് എൻട്രി മോഡ് ദ കമ്പനി ഹോളി ഓൺസ് എ ബിസിനസ് ഇൻ ഫോറിൻ മാർക്കറ്റ്. അതായത് ഫോറിൻ മാർക്കറ്റിൽ അവിടെയുള്ള ഒരു കമ്പനീനെ മുഴുവനായിട്ട് ഹോളി ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു ബിസിനസ്സിനെ ഏറ്റെടുക്കുകയാണ് ഈ സബ്സിഡറി കമ്പനി ചെയ്യുന്നത്. ഇപ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഇത് 2 വേസിലൂടെ ഇങ്ങനെ ഒരു ഫോറിൻ മാർക്കറ്റിൽ നിന്ന് ഹോളി ഓൺ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ആ ലോക്കൽ കമ്പനീനെ, ഫോറിൻ നേഷനിലുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലോക്കൽ കമ്പനീനെ അക്വയർ ചെയ്യുക. സെക്കൻഡ് ഗ്രീൻഫീൽഡ് വെഞ്ചറാണ്. അതായത് ഫോറിൻ നേഷൻസിൽ പോയിട്ട് അവിടെ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഗ്രീൻഫീൽഡ് വെഞ്ചർ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് തൊട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നതാണ് ഗ്രീൻഫീൽഡ് വെഞ്ചർ. അടുത്തത് ജോയിൻറ്റ് വെഞ്ചർ. When 2 or more persons come together to form a partnership for the purpose of carrying out a project, this is called joint venture. ഇപ്പോൾ 2 അതിലധികമോ ആളുകൾ ചേർന്ന് ഒരു പാർട്ട്ണർഷിപ്പിലൂടെ ഒരു പ്രൊജക്റ്റ് ക്യാരി ഔട്ട് ചെയ്യുന്നതാണ്. ഒരു പ്രൊജക്റ്റ് നടത്തി കൊണ്ടുപോകുന്നത് 2 ആളുകൾ കൂടി ചേർന്നിട്ടാണെങ്കിൽ അത് ജോയിൻറ്റ് വെഞ്ചറാണ്. Both the parties are equally invested in the project in terms of money, time and effort to build the original concept. ഒറിജിനൽ കൺസെപ്റ്റ് ആ പ്രൊജക്റ്റ് റെഡിയാകാൻ വേണ്ടിയിട്ട് 2 പാർട്ടീസിൻ്റെയും മണിയും ടൈമും എഫേർട്ടും ഈക്വലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ് ജോയിൻറ്റ് വെഞ്ചറിൽ പാർട്ടീസ് ചെയ്യുന്നത്. അത് 2 പേഴ്സൺസോ അല്ലെങ്കിൽ 2 കമ്പനീസോ ആണ് ജോയിൻറ്റ് വെഞ്ചറിലൂടെ ഒരു കമ്പനി നടത്തി കൊണ്ടുപോവുക. 2 ഒരുമിച്ചാണ് പ്രവർത്തിക്കുക. അതായത് മാരുതി സുസുക്കി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ കമ്പനി, സുസുക്കി ഒരു ജപ്പാൻ കമ്പനിയാണ്. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുമ്പോൾ ഈ മാരുതിയും സുസുക്കിയും കൂടി ഇവർ 2 കമ്പനീസും കൂടി ഒരുമിച്ച് ഈ ഒരു മാരുതി സുസുക്കി ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അവിടെ ഷെയർഡ് ഓണർഷിപ്പാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിലൂടെ ഇവർക്ക് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രൊജക്റ്റിന് ലാർജ് ക്യാപിറ്റലിൻ്റെയും നല്ല ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ 2 കമ്പനീസോ അല്ല 2 പേഴ്സൺസോ ഒരുമിച്ചാണ് ഈ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. റിസോഴ്സസൊക്കെ ഷെയർ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഒരു കോമൺ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടാണ് ഈ ജോയിൻറ്റ് വെഞ്ചർ ചെയ്യുന്നത്. അടുത്ത ടോപ്പിക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് എ കമ്പനി എൻ്റർ ആൻ ഓവർസീ മാർക്കറ്റ് ബൈ മേക്കിംഗ് എ സബ്സ്റ്റാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ കമ്പനി. ഒരു കമ്പനി മറ്റൊരു ഫോറിൻ കമ്പനിയിൽ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് ആ കമ്പനീൻ്റെ ഷെയറിൽ അല്ലെങ്കിൽ ആ കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ കമ്പനിയിൽ ഇവരും കൂടി പാർട്ട്നേഴ്സ് ആവുകയാണ് ചെയ്യുക. ഇപ്പം ഇന്ത്യൻ കമ്പനി അമേരിക്ക അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി പോയിട്ട് അവിടെയുള്ള കമ്പനിയിൽ ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫോറിൻ കമ്പനി ഇന്ത്യൻ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ ഒരു കമ്പനിയിൽ ഒരു പാർട്ട്ണറാവും ആ ഒരു കമ്പനിയും. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. സം ഓഫ് ദ മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇൻ്റർനാഷണൽ ബിസിനസ് യൂസിങ് ദ FDI സ്ട്രാറ്റജി ഇൻക്ലൂഡ്സ് മെർജർ ആൻഡ് അക്വിസിഷൻ, ജോയിൻറ്റ് വെഞ്ചർ, ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതൊക്കെ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്കുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയുള്ള മോഡ്സ് ഓഫ് എൻട്രീസ് ആണ്. 7th ആണ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഗ്രീൻഫീൽഡ് is the establishment of a new business in a foreign country. It is a form of FDI where a parent company starts a new venture in a foreign country by constructing new operational facility from the ground up. ഗ്രീൻഫീൽഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫോറിൻ കൺട്രിയിൽ ഒരു ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ. അതായത് നമ്മൾ ഒരു പാരൻറ്റ് കമ്പനി ഒരു ന്യൂ വെഞ്ചർ ഫോറിൻ കമ്പനിയിൽ പോയി സ്റ്റാർട്ട് ചെയ്യുക. ഒരു ബിസിനസ് ബേസ്, ഒരു ഗ്രൗണ്ട് തൊട്ട് ആ ബിസിനസ് ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ്. അതായത് അവിടെ ആ ബിസിനസ് ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു ബിസിനസ് ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. മോസ്റ്റ് പാരൻറ്റ് കമ്പനീസ് ഓൾസോ ക്രിയേറ്റ് ന്യൂ ലോങ് ടേം ജോബ്സ് ഇൻ ദ ഫോറിൻ കൺട്രി ബൈ ഹയറിങ്. അപ്പോൾ അങ്ങനെ ഒരു പുതിയ
ഒരു കമ്പനി അങ്ങനെ ഒരു ഫോറിൻ നാഷൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജോബ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഫോറിൻ കമ്പനിക്ക് ഈ പാരൻറ്റ് കമ്പനീസിന് സാധിക്കും. അതായത് ഒരു ഫോറിൻ കൺട്രി പോയിട്ട് അവിടെ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് അതിലൂടെ ജോലിയൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫോറിൻ കൺട്രിയിൽ ന്യൂ എംപ്ലോയീസിന് ജോലി കൊടുക്കാൻ അവിടെ ഒരു പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ സാധിക്കും. ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്വിസിഷനുമായി നോക്കുമ്പം കുറച്ച് സ്ലോ ആണ്. എന്നുവെച്ചാൽ ഒരു ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്ത് കൺസ്ട്രക്റ്റ് ചെയ്താണ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ചെയ്യുന്നത്. അടുത്തത് അക്വിസിഷൻ. Acquisition involves merger or acquisition in a foreign country with an existing firm. It is a firm strategy of buying capital, technology, asset, and firm's management of various companies to grow quickly in a എക്സിസ്റ്റിംഗ് ഫേമുമായിട്ട് കൂടിച്ചേരുന്നതിനാണ് അക്വിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഫേം ഉണ്ടെങ്കിൽ ആ ഫേമുമായിട്ട് ഒരു പാരൻറ്റ് കമ്പനി ഫോറിൻ കൺട്രിയിലെ ഒരു ഫേമുമായിട്ട് അക്വയർ ആവുന്ന കൂടിച്ചേരുന്ന സമയത്ത് അതിലൂടെ അതായത് വേറെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഫേമിൻ്റെ ഒരു ക്യാപിറ്റൽസ് ടെക്നോളജിയൊക്കെ ഈ ഒരു പാരൻറ്റ് കമ്പനിയും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിന് നല്ലൊരു പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കമ്പനിക്ക് അത്രയും ഒരു ടെക്നോളജീസോ ഒരു ക്യാപിറ്റലോ ഒരു അസറ്റോ ഒന്നും ഇല്ലെങ്കിൽ വേറൊരു കമ്പനിയായിട്ട് അക്വയർ ആവുന്ന സമയത്ത് അതിന് വലിയൊരു കമ്പനിയായി മാറാൻ പറ്റും. ഇപ്പോൾ സിമെക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി വേൾഡ്സ് ലാർജസ്റ്റ് സിമെൻറ്റ് കമ്പനി ആയത് അത് വേറൊരു കമ്പനിയായിട്ട് അക്വയർ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സിമെക്സ് റിലൈസ് ഓൺ ഗ്രീൻഫീൽഡ്. ഇറ്റ് കുഡ് നോട്ട് ബി. ഇപ്പോൾ സിമെക്സ് ഒരു ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ സിമെക്സിന് ഇത്രയും ഒരു ഫാസ്റ്റ് ആവാൻ പറ്റില്ല. ഒരു അക്വിസിഷൻ ആയതുകൊണ്ടാണ്. മറ്റൊരു കമ്പനി ഓൾറെഡി നല്ലൊരു പ്രോഫിറ്റബിൾ കമ്പനിയാണെങ്കിൽ ലോക്കൽ കമ്പനിക്ക് അങ്ങനെ ഒരു ഫോറിൻ കമ്പനിയിലെ ഒരു കമ്പനിയായിട്ട് കൂടിച്ചേരുന്ന സമയത്താണ് അത് നല്ലൊരു വളർച്ച ഉണ്ടാവുക. അപ്പോൾ അതിന് ടെക്നോളജീസും അസറ്റ്സും ഫേംസ് മാനേജ്മെൻറ്റൊക്കെ ഇതിലൂടെ ഷെയർ ചെയ്തിട്ട് അതിന് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു കമ്പനി ബി എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് കൂടിച്ചേർന്നിട്ട് ഒരു സി എന്ന് പറഞ്ഞൊരു പുതിയ കമ്പനി അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ അക്വിസിഷൻ എന്ന് പറയുന്നത്. അക്വിസിഷൻ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റാണ്. ഗ്രീൻഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ബിസിനസ് സിമ്പിൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരു ഫോറിൻ നാഷൻസിൽ. പക്ഷേ അക്വിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫോറിൻ കൺട്രിയിലുള്ള ഒരു കമ്പനിയായിട്ട് കൂടിച്ചേരുകയാണ് അക്വിസിഷനിലൂടെ നടക്കുന്നത്. നല്ലൊരു മാനേജ്മെൻറ്റ് സ്കില്ല്, നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള കമ്പനീസ് ആണെങ്കിൽ അതിന് ഗ്രീൻഫീൽഡാണ് നല്ലത്. വേറൊരു ഫോറിൻ കൺട്രി പോയിട്ട് പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ നല്ലൊരു മാനേജ്മെൻറ്റ് സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ സാധിക്കും. അല്ലാത്ത കമ്പനീസിന് അക്വിസിഷന് യൂസ് ചെയ്യാം. അക്വിസിഷനിലൂടെ ഒരു കമ്പനിക്ക് വേറൊരു ഫോറിൻ ഫേമിൻ്റെ അസറ്റും ബ്രാൻഡ് ലോയാലിറ്റിയും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ട്രേഡ് മാർക്ക്, മറ്റൊരു കമ്പനീൻ്റെ പേറ്റൻറ്റ് അതൊക്കെ യൂസ് ചെയ്തിട്ട് ഇവർക്ക് ഒരു ലാർജ് ഫേം ആവാൻ സാധിക്കും. മെർജർ ആൻഡ് അക്വിസിഷൻ ആർ ക്വിക്ക് ടു എക്സിക്യൂട്ട് ദാൻ ഗ്രീൻഫീൽഡിനെക്കാട്ടും മെർജറും അക്വിസിഷനാണ് സ്പീഡ്. അതുകൊണ്ട് അധിക ഫേംസും അക്വിസിഷനാണ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെക്കാട്ടും യൂസ് ചെയ്യുന്നത്. അക്വിസിഷൻ ഈസ് ബെറ്റർ വെൻ എ ഫോറിൻ കമ്പനി ഹാസ് ഹൈ ടെക്നോളജി. ഒരു ഫോറിൻ കമ്പനിക്ക് നല്ലൊരു ടെക്നോളജിക്കൽ അസറ്റും സ്കിൽഡ് ലേബറും ഒക്കെ ഉണ്ടെങ്കിൽ അക്വിസിഷനാണ് നല്ലത്. രണ്ട് കമ്പനീസിനും കൂടി ചേർന്ന് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു നല്ലൊരു സ്കില്ലും കോർ കോമ്പീറ്റൻസും അങ്ങനെയൊക്കെയുള്ള ഒരു കമ്പനിയാണെങ്കിൽ അതിന് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റും ചൂസ് ചെയ്യാം. എട്ടാമത്തതാണ് സ്ട്രാറ്റജിക് അലയൻസ്. Alliances are different from traditional joint venture in which two partners contribute a fixed amount of resource and the venture develop on its own. അപ്പോൾ അലയൻസസ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഡിഫറെൻ്റ് ആണ്. ജോയിൻറ്റ് വെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ട്നേഴ്സ്
ഒരു അവരുടെ ഒരു റിസോഴ്സസും ഒക്കെ ഷെയർ ചെയ്തിട്ട് ഒരു ന്യൂ ബിസിനസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ജോയിൻറ്റ് വെഞ്ചർ. പക്ഷേ ഒരു അലയൻസ് എന്ന് പറയുമ്പോൾ ഒരു 2 കമ്പനീസ് തമ്മിൽ കൊളാബറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു മ്യൂച്വൽ അഗ്രിമെൻറ്റിലെത്തുകയാണ് ചെയ്യുന്നത്. 2 firms pool their resource directly in a collaboration that goes beyond the limit of ഒരു ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ഒരു ലിമിറ്റിൽ നിന്ന് ബിയോണ്ടാണ് ഒരു കൊളാബറേഷനിലൂടെ നടക്കുന്നത്. അപ്പോൾ അതിനെയാണ് അലയൻസ് എന്ന് പറയുന്നത്. 2 strategic alliance is in an alliance, partners bring a particular skill or resource, usually one that is complementary to each other. It is a cooperative agreement between different firms such as shared research, formal joint venture. Strategic alliance-ന് 2 കമ്പനീസ് തമ്മിലുള്ള ഒരു കോപ്പറേറ്റീവ് അഗ്രിമെൻ്റ് ആണ്. ഡിഫറെൻറ്റ് ഫേംസ് തമ്മിലുള്ള ഒരു അഗ്രിമെൻറ്റിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത് 2 കമ്പനീസ് തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ എത്തിയിട്ട് ഒരു പ്രൊജക്റ്റ് ക്യാരി ഔട്ട്, 2 കമ്പനീസ് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത്. പക്ഷേ സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് അഗ്രിമെൻ്റാണ്. 2 കമ്പനീസും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. 2 കമ്പനീസ് തന്നെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതേ ഉള്ളൂ. ഇപ്പം ആപ്പിൾ കമ്പനി കൊളാബറേറ്റ് ചെയ്യുന്നത് മാസ്റ്റർ കാർഡും ആണെങ്കിൽ ആ മാസ്റ്റർ കാർഡ് എന്ന് പറയുന്നത് 2nd ലാർജസ്റ്റ് ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡറാണ്. അപ്പോൾ ഒരു ആപ്പിൾ മാസ്റ്റർ കാർഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത് ക്രെഡിബിലിറ്റി ഇൻ ദ മെർച്ചൻ്റ് സർവീസ് ആൻഡ് പ്രോസസ്, അതായത് ഒരു ക്രെഡിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീസിനെ സഹായിക്കും. 2 കമ്പനീസും ഇതിലൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജിയോ അലയൻസ് എന്ന് പറയുമ്പോൾ ജിയോ ആപ്പിളും തമ്മിലുള്ള ഒരു അലയൻസിൽ എത്തുകയാണെങ്കിൽ ഇപ്പോൾ ആപ്പിൾ ഫോൺ വാങ്ങുന്നവർക്ക് ജിയോൻ്റെ ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയൊക്കെ അലയൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 കമ്പനീസ് തമ്മിലുള്ളൊരു കോപ്പറേറ്റീവ് അഗ്രിമെൻ്റാണ് സ്ട്രാറ്റജിക് അലയൻസിലൂടെ നടക്കുന്നത്. ഇതിലൂടെ കമ്പനീസിന് റിട്ടേൺ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. താങ്ക് യു.